வாத்தியாரா? வைத்தியரல்ல, ஹிந்தி மாஷா. நீங்க எல்லாரும் ரொம்ப தமாஷா பேசுறீங்களே. எனக்கு ഹിന്ദിയിൽ ഒരു ചാൻസ് கிடைச்சிருக்கு. கொஞ்சம் ഹിന്ദി പഠിക്കണമെന്ന് ആശ. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ. പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ഓ, ലവ് മാരേജ്. ആ, പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല, ആപ് ബഹുത് സുന്ദർ ഹൈ. Is it? Thank you for the compliment. நீங்க ரொம்ப ரொமான்டிக். Yes, I mean it. உங்க സംസാരമോ ബ്യൂട്ടിഫുൾ. കറക്റ്റ്. എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയി പോയി. அந்த സംസാരം ഇല്ല, സംസാരം മനേവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിനിസാരം. ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം. 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ് ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ടത്. ഓക്കെ, പക്ഷെ അവൾ അറിയരുത്. ഉങ്ക കുഴந்தைங்களா? 2 കുട്ടികളേ ഉള്ളൂ. അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തോഷ കുടുംബം. I don't agree with you. எனக்கு கல்யாணம் ஆனா 5 குழந்தைங்களாவது வேணும்னு ஆசை. 5 കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം ചെല്ല്. ഹായ്. ഇത് ഉങ്ക കുഴந்தைங்க தானே? അല്ല, അനാഥ കുട്ടികളാ. ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛാമ്മന്നേ വിളിക്കൂ. പാവം, இந்த 3 പേരും ഓർഫൻസാ? അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം. അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം. ചർമ്മമർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ ബ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ. പൈനാപ്പിളാ, നല്ല തണുപ്പുണ്ട്. താങ്ക് യു. இந்த നെക്ലസ് തന്നെ അങ്കയും പാത്തേ. അത് തന്നെയാ ഇത്. അത് തന്നെ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള 3 നെക്ലേസുകളായി അവർക്കുള്ളത്. എന്നാ ഒത്തൊരുമൈ. എന്താ അത് തമിഴാടി. നിങ്ങൾ 3 എരുമകളും ഒരുപോലാണെന്ന്. ഒറ്റെരുമൈ. ഒന്ന് പോ ചേട്ടാ. അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ തേക്കണത്. ചേച്ചി, വരുന്നു. എന്താ? അയ്യോ, എന്റെ തലമുടി. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, 3 പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദുമതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്ക അവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങയ്ക്ക അവിയൽ ഹിന്ദിയിൽ അതിന് മുരിങ്ങയ്ക്ക അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. നോ നോ, ഐ ആം എ പ്യൂർ വെജിറ്റേറിയൻ. എനിക്ക് കൊഞ്ചം റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ്ക. സസ്യഭുക്കാണല്ലേ? ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് യമുനാറാണി എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? ഒന്ന് ചിരിച്ചേ. റെഡി? സ്റ്റൈലായിട്ടുണ്ട്. പൊയ്ക്കോ. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമുനയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? No, there's lot of difference between real life and films. In real life, കാതൽ, love പുനിതമാനത്. ഇല്ല തമ്പി? അക്കാര്യത്തിൽ എന്നെയും കൗസൂരിയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്,
അനശ്വരമാണ്. അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. ചിക്കൻ നല്ല ഉച്ച. കുറച്ചുകൂടെ അടുത്ത് നിന്നേ. സാർ, അടുത്ത ഫാമിലി വരട്ടെ. ആ മൊബൈൽ ഇങ്ങത്താ. അടുത്താള് പോസ് ചെയ്തേ. അങ്ങോട്ട് നീ നിൽക്ക്, ഇങ്ങ് വാ. അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇനി ആരാണ് ബാക്കി? ഞാനും എവിടെയായിട്ടും മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാമ്പ് അടിയടേ. എവിടെ സ്പൈലിംഗ് വരട്ടെ. അയ്യോ, എன்னாச்சு? എന്ത് പറ്റി മുത്തച്ഛ? ഭക്ഷണം വാങ്ങട്ടെ, വെള്ളം എടുത്ത് വെച്ചോ. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. Okay, I'm going. Thanks to all of you. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ. കൊള്ളാക്കിയില്ലേ? എല്ലാവരും കൂടി ചളാക്കിയില്ലേ? സർവ്വ പൂച്ച പുറത്തായി. പുറത്താക്കിയത് ആരാ? ഇവിടുത്തെ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങളോ? ഞാൻ എന്തിനു ചെയ്തെന്നാ? 3 പിള്ളേരെ തുറന്നു വിട്ട് ആനന്ദമില്ല എന്നെ കാണിച്ചത്. ഞാൻ 5 പിള്ളേരുടെ അമ്മയാണെന്ന് യമുന മനസ്സിലാക്കിയില്ലേ? എനിക്ക് കണ്ണു കാണില്ല, ചേച്ചിയല്ലേ പറഞ്ഞത്. 2.5 പവർ വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ തിരുപ്പിനും വെച്ച് വന്നപ്പോഴേ ചേച്ചിക്ക് അസൂയ. മനഃപൂർവ്വം കൊച്ചുകളെ പറഞ്ഞു വിട്ട് എന്നെ കൊച്ചാക്കിയതാ. ഈ ഏട്ടത്തിന് ഇംഗ്ലീഷ് ആകെ കൊളാക്കിയത്. ഫോട്ടോ ക്ലോസറ്റിൽ എടുക്കണം പോലും. ഞാനാകെ ചമ്മിപ്പോയി. ഓ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. എന്നെ പോലെ ഇവിടെ ഇംഗ്ലീഷ് ആര് പറയണം? ഇംഗ്ലീഷ് വല്ല മലയാളം. എന്താ ഒരു ബഹളം? ആഹാ, അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. ഇറച്ചിയിലാടേ തകരാറ്. വയറാകെ ഉരുണ്ട് വരണ്ട് കയറുന്നു. എന്തോ ഒരു മാർഗതടസ്സം. കോർക്കായിരിക്കും. അല്ല, പോർക്കായിരിക്കും. വീണ്ടും പ്രശ്നമേ. മാറി നിൽക്കണേ. എന്ത് പ്രതീക്ഷയോടെ പണം വാരി കോരി ചെലവാക്കിയത്. ഇനി യമുന ഈ പടി കയറും. എങ്ങനെ കേറാൻ? പ്രേമോ വിവാഹം ഒക്കെ എടുത്തിട്ട് യമുനെ മൂടൗട്ടാക്കിയത് ചേട്ടനല്ലേ? നീ ഇപ്പൊ ഒരു കാര്യം മറ്റേ ഞാൻ പറയുന്നേക്കൂ. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല. വാരിക്കോരി ചെലവാക്കുകയും ചെയ്തു, ഉദ്ദേശഫലം കിട്ടിയതുമില്ല. എന്തൊരു ആവേശവും ഉത്സാഹവും തിമിർപ്പും ആയിരുന്നു. അതൊക്കെ എവിടെ പോയി? നിക്ക ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്നു കണക്കിന്. എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ? ഒക്കെ ബാക്കിയായില്ലേ? കുഴപ്പമില്ല അച്ഛാ, ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ, അതിൽ വെച്ച ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത്. അതെ, അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ. ഓ, പെണ്ണുങ്ങൾക്ക് 2 ദിവസം റെസ്റ്റ് ആവുമല്ലോ. ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം? അയ്യോ അച്ഛാ, രൊക്കം കൊടുത്തിട്ടൊന്നുമല്ല, ഒക്കെ ഇൻസ്റ്റാൾമെന്റാ. മാസാമാസം അടച്ചീർത്താ മതി. പിന്നെ പലിശക്ക് കുറെ പണം എടുത്തിട്ടുണ്ട്, വെറും 5% പലിശ. അതൊരു പ്രശ്നമേ അല്ല. അത് ശരി. ഇതൊക്കെ മാസാമാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഗ്യാലറിന്ന് അടച്ചത്. സാലറിന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോദിച്ചു വാങ്ങിയോ? അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. ഓ, തുടങ്ങി. എനിക്ക് ആരോട് സംസാരിക്കണ്ട. എനിക്കൊക്കെ വയ്യ. അയ്യേ, എനിക്കെന്തറിഞ്ഞ? ദാ, നീയല്ലേ ഈ പണ്ടാരം വാങ്ങിയത്, നീ സംസാരിക്കും. നാശം കടക്കാർ വല്ലതും ആയിരിക്കും. നീ തന്നെ ഡീൽ ചെയ്തോ. പുതിയ നമ്പർ ആണല്ലോ. ഹലോ, യമുന ஹலோ, நான் உங்களுக்கு நன்றி சொல்லதான் கூப்பிட்டேன். எனக்கு ரொம்ப சந்தோஷமா இருக்கு. உங்க அன்பும் ஆதரவும் ஹாஸ்பிட்டாலிட்டி
ലൈഫിലെ മുതൽ തടവയാത്ത ഇപ്പടി ഒരു അനുഭവം. I really enjoyed it. ഞാൻ ഇന്ദു. എന്താ യമുന റാണി ഇത്? നിങ്ങൾ എത്രയോ മുകളിലാ, ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ. വി ആർ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ്. எல்லாரும் பேசலாமே. இன்னும் ஒரு மாசம் நான் இங்கதான் இருப்பேன். டெய்லி பார்க்கணும். ஷூட்டிங்கை விட எனக்கு இப்போ ஒரு ஹாலிடே மூடு. நீங்க ஃப்ரீயா இருக்கும்போது என் கூட ஷூட்டிங்க்கு வரணும். വരാം. താങ്ക് യു. ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച് യമുന റാണിയുടെ കൂടെ വരാം കേട്ടോ. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണടാ? അടിച്ച് പൊളിക്കടാ. താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു. ദൂരെ ദൂരെ മാനിൻ കണ്ണെറിയുന്നു, സ്നേഹം കൈമാറുന്നു. കണ്ടാലോ പ്രിയം പ്രിയം, തിണ്ടാടും മനം മനം, മിണ്ടാട്ടം മണിക്കിലുക്കം. തൊട്ടാലോ ഹരം ഹരം, മുട്ടിട്ടു സുഖം സുഖം, മട്ടോലും മിഴിത്തിളക്കം. താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു. ദൂരെ ദൂരെ മാനിൻ കണ്ണെറിയുന്നു, സ്നേഹം കൈമാറുന്നു. സോറി യമുന, എനിക്ക് തെറ്റി. ഇറ്റ്സ് ഓക്കേ. മാസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ. 1 2 1. അത് തന്നെ. ഓക്കേ 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 ഗോ ഫോർ Ready? ഓക്കേ ഓക്കെ, വൺ മോർ. ഓക്കേ. മേഘം മലർത്താലം നിൻ പേരിൽ ദീപജാലം. താരേ നീരാടാൻ നിനക്കേതെല്ലാം ഏതെല്ലാം, മാനസത്തിൽ തുടുത്തൊരു ചന്താമര ചന്തം പോലെ നെയ്യും തഴുകും സൗന്ദര്യമേ. മനസ്സിലെ കണ്ണാടിയിൽ പൊന്നാതിരത്താരം എന്നും നീയല്ലേ. താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു. ദൂരെ ദൂരെ മാനിൻ കണ്ണെറിയുന്നു, സ്നേഹം കൈമാറുന്നു. ലോകം ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. ഓരോ താരാട്ടും നിനക്കാലോലം, പനിനീരിൻ പൂമഴ മാത്രം. മഹാലോകം ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. ഓരോ താരാട്ടും നിനക്കാലോലം, പനിനീരിൻ പൂമഴ മാത്രം. നിനക്കൊരു പൂച്ചെണ്ടുമായി നിൽക്കാനല്ലോ മോഹം, നിശയുടെ സംഗീതമേ. എനിക്കെന്നും ആരാധിക്കാൻ കൈവന്നല്ലോ താനേ ദേവി നിൻ രൂപം. താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു. ദൂരെ ദൂരെ മാനിൻ കണ്ണെറിയുന്നു, സ്നേഹം കൈമാറുന്നു. കണ്ടാലോ പ്രിയം പ്രിയം, തിണ്ടാടും മനം മനം, മിണ്ടാട്ടം മണിക്കിലുക്കം.
തൊട്ടിട്ടു സുഖം സുഖം മട്ടോലും മിഴിത്തിളക്കം. താരം താരം തേരിൽ വന്നിറങ്ങുന്നു, തീരം പൊന്നാകുന്നു. ദൂരെ ദൂരെ മാനിൽ കണ്ണെറിയുന്നു, സ്നേഹം കൈമാറുന്നു.